കുട്ടികളിൽ കൃഷിയോട് ആഭിമുഖ്യവും താൽപ്പര്യവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബൃഹത്തായ പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിക്കപ്പെട്ടത്. കൃഷി വകുപ്പിന്റെയും മയ്യനാട് പഞ്ചായത്തിന്റെയും സഹായത്തോടെ ഉമയനെല്ലൂർ ഏലായിലെ തരിശായി കിടന്ന പാടം പാട്ടത്തിനെടുത്ത് കന്നിക്കൊയ്ത്ത് എന്ന പേരിൽ കുട്ടികളുടെ സജീവ പങ്കാളിത്തത്തോടെ നെൽകൃഷി ആരംഭിച്ചു. ബഹുമാന്യനായ കൃഷിവകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരനാണ് കുട്ടികൾക്കൊപ്പം ഞാറ് വിതച്ചുകൊണ്ട് കന്നിക്കൊയ്ത്ത് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് നെൽകൃഷിയുടെ ഓരോ ഘട്ടങ്ങളിലൂടെയും കുട്ടികൾ കടന്നുപോയി. നെൽകൃഷിയിലൂടെ കേരളത്തിന്റെ തനത് സംസ്കാരത്തെ അവർ തൊട്ടറിഞ്ഞു. തുടർന്ന് ഇക്കഴിഞ്ഞ ജനുവരി 20-ാം തീയതി ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടന്നു. കുട്ടികൾ ആവേശപൂർവ്വം നാടൻ പാട്ടുകൾ പാടി മുഖ്യമന്ത്രിക്കൊപ്പം കറ്റ മുറിച്ചുകെട്ടി. പിന്നീട് ബഹുമാനപ്പെട്ട കൊല്ലം DEO ലെഡിസിലാസ് കൊയ്ത്ത് നടക്കുന്ന പാടം സന്ദർശിച്ചു കുട്ടികൾക്കൊപ്പം കതിരുകൾ കൊയ്തു കെട്ടുന്നതിൽ പങ്കാളിയായി. കുട്ടികൾ തന്നെയാണ് കതിരുകൾ മെതിച്ച് നെല്ലാക്കി മാറ്റിയതും. പരിസ്ഥിതി ക്ലബ്ബ് കന്നിക്കൊയ്ത്ത് 2008 നെൽവയൽ കൃഷി സംഘടിപ്പിച്ചതിനനുബന്ധമായി സ്കൂളിൽ ഔഷധത്തോട്ടത്തിൽ ഞാറ് വിതച്ചുകൊണ്ട് കരകൃഷി കൂടി നടത്തി വീണ്ടും വാർത്ത സൃഷ്ടിച്ചു. PTA പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മയ്യനാട് കൃഷിഭവൻ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ബഹുമാന്യനായ കൊല്ലം DEO ശ്രീ ശിവരാമൻ സാർ സ്കൂൾ സന്ദർശിക്കുകയും സ്കൂളിൽ നടക്കുന്ന ബഹുവിധ പാഠ്യേതര പ്രവർത്തനങ്ങൾ നേരിൽ കാണുകയും ചെയ്തു. സ്കൂൾ ഔഷധത്തോട്ടവും ഉദ്യാനവും കന്നിക്കൊയ്ത്ത് 2008 നടക്കുന്ന നെൽവയലും അദ്ദേഹം സന്ദർശിച്ചു. പരിസ്ഥിതി ക്ലബ് കുട്ടികൾക്കായി ആയുർവേദ ഔഷധ നിർമ്മാണ ശില്പശാല നടത്തി. റിട്ടയേർഡ് സീനിയർ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേന്ദ്രൻ, പുത്തൂർ ആയുർവേദ SN കോളേജ് ലെക്ചറർ ഡോക്ടർ അജയൻ എന്നിവർ ഔഷധ നിർമ്മാണത്തിന് നേതൃത്വം നൽകി. പരിസ്ഥിതി ക്ലബിന്റെയും സോഷ്യൽ സ്റ്റഡീസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ സ്കൂൾ അങ്കണത്തിൽ മയ്യനാട്ടെ ഒരു കർഷകനുമായി കർഷക അഭിമുഖം സംഘടിപ്പിച്ചു. മയ്യനാട് കൃഷിഭവൻ ഓഫീസർ ശ്രീമതി അംബിക പങ്കെടുത്തു. നെൽകൃഷിയിൽ മാത്രം ഒതുങ്ങിയതായിരുന്നില്ല പരിസ്ഥിതി ക്ലബിന്റെ പ്രവർത്തനങ്ങൾ. സ്കൂൾ ടെറസിൽ അതിവിപുലമായ ഒരു പച്ചക്കറിത്തോട്ടം തയ്യാറാക്കിയിട്ടുണ്ട്. തടിച്ചു വളർന്നു നിൽക്കുന്ന വെണ്ടയ്ക്കയും പാവലും വഴുതനയും മുളകും ചീരയുമൊക്കെ കണ്ണിന് കുളിർമയേകുന്നു. കൂടാതെ വിദ്യാർത്ഥികളുടെ വീട്ടിൽ അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നതിനുള്ള വിത്തുകൾ സ്കൂളിൽ നിന്ന് നൽകിയിട്ടുണ്ട്. അതുവഴി ഒരു സമ്പൂർണ്ണ പച്ചക്കറി ഗ്രാമം എന്ന ആശയം യാഥാർത്ഥ്യമാവുകയാണ്. അത്യപൂർവമായ ഒരു പ്രകാശന ചടങ്ങ് ഓണക്കാലത്ത് സ്കൂളിൽ നടന്നു. കുട്ടികളുടെ കലാസൃഷ്ടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികൾ തന്നെ പ്രസിദ്ധീകരിക്കുന്ന സൃഷ്ടി സ്കൂൾ മാസികയുടെ ആദ്യ ലക്കം പ്രമുഖ സാഹിത്യകാരൻ ശ്രീ കാക്കനാടൻ ആദ്യ പ്രതി കുട്ടികൾക്ക് നൽകി പ്രകാശനം ചെയ്തു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയുടെ ആശംസയോടുകൂടിയാണ് ആദ്യ ലക്കം പുറത്തിറങ്ങിയത്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ തികച്ചും പുതുമയാർന്ന ഈ സംരംഭം അങ്ങേയറ്റ സന്തോഷത്തോടുകൂടിയാണ് താൻ പ്രകാശനം ചെയ്തതെന്ന് കാക്കനാടൻ പറഞ്ഞു. എല്ലാ മാസവും പുറത്തിറങ്ങാൻ ഉദ്ദേശിച്ച് തയ്യാറാക്കിയ സൃഷ്ടിക്ക് ഇതുവരെ 3 ലക്കങ്ങൾ പ്രസിദ്ധീകരിക്കാനായി. പത്രമാധ്യമങ്ങൾ സൃഷ്ടിക്ക് വൻ പ്രാധാന്യമാണ് നൽകിയത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയും ഇംഗ്ലീഷ് ഹിന്ദി ക്ലബ്ബുകളും ചേർന്നാണ് സൃഷ്ടി സംയുക്തമായി പുറത്തിറക്കിയത്. ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനാചരണം അവിസ്മരണീയമായി. എല്ലാ ക്ലബ്ബുകളും സംയുക്തമായി നടത്തിയ യുദ്ധത്തിനെതിരായ മനുഷ്യച്ചങ്ങല വൻ ബഹുജന ശ്രദ്ധ നേടി. 1 കിലോമീറ്ററോളം ദൈർഘ്യത്തിലാണ് മനുഷ്യച്ചങ്ങല കുട്ടികൾ തീർത്തത്. ഏഷ്യാനെറ്റും മനോരമ ചാനലും ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത്. അന്നേ ദിവസം ഇംഗ്ലീഷ് ക്ലബ്ബ് നടത്തിയ പോസ്റ്റർ പ്രദർശനം ശ്രദ്ധേയമായി. പഠനത്തോടൊപ്പം പ്രവൃത്തി പരിചയവും കുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ സോപ്പും ചോക്കും നിർമ്മിക്കുന്നതിനുള്ള പരിശീലനവും അതിൻ്റെ വിതരണവും സ്കൂളിൽ നടന്നു. മൾട്ടിമീഡിയ സൗകര്യമുള്ള ഡിജിറ്റൽ ലാബ് സ്കൂളിൽ പ്രവർത്തന സജ്ജമാണ്. LCD പ്രൊജക്ടറിന്റെ സഹായത്തോടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു. ശാസ്ത്ര പഠനത്തെ സംബന്ധിച്ച് ജീവശാസ്ത്ര CDകളുടെ സഹായത്തോടെ പഠനം നടത്താൻ കഴിയുന്നത് ഏറെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഭാഷാ വിഷയങ്ങൾക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ CDകളും മറ്റും കുട്ടികളെ കാണിച്ചു പഠിപ്പിക്കുവാൻ സാധിക്കുന്നു. ഡിജിറ്റൽ ലാബിനൊപ്പം തന്നെയാണ് സ്കൂൾ ലൈബ്രറിയും പ്രവർത്തിക്കുന്നത്.
പുത്തൻ പാഠ്യപദ്ധതിയുടെ അന്തസത്തയുമായി പൊരുത്തപ്പെട്ടു പോകും വിധമാണ് ക്ലാസുകൾ നടക്കുന്നത്. പ്രവർത്തനോന്മുഖ പഠനം സാധ്യമാക്കാൻ അധ്യാപകർ പരമാവധി പരിശ്രമിക്കാറുണ്ട്. മുടങ്ങാതെ എല്ലാ മാസവും സ്കൂളിൽ ക്ലാസ് PTA-യും PTA എക്സിക്യൂട്ടീവും നടക്കാറുണ്ട്. യാതൊരാശങ്കകളുമില്ലാതെ തുറന്ന് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യം PTA അംഗങ്ങൾക്കുണ്ട്. അവരുടെ സന്ദേഹങ്ങളും സംശയങ്ങളും കുട്ടികളോടെന്ന പോലെ അധ്യാപകർ ക്ഷമയോടെ കേട്ടിരിക്കുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. PTA-യുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും സഹായത്തോടെ അത്യാകർഷകമായ ഒരു പൂന്തോട്ടവും താമരക്കുളവും പരിസ്ഥിതി ക്ലബ്ബ് സ്കൂളിൽ നിർമ്മിച്ചിട്ടുണ്ട്. നയനാനന്ദകരമായ ഈ ഉദ്യാനം സ്കൂളിന്റെ അഭിമാനമാണ്.